സന്നിധാനത്ത് ഇന്ന് 35,000 തീർത്ഥാടകർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് ഒരു 6 മണിയോടെയാണ് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. പിന്നീട് ദീപാരാധന നടക്കും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും സന്നിധാനത്ത് നിന്ന്. ശ്രീജിത്ത്, ഇനി പ്രധാനപ്പെട്ട ചടങ്ങ് മകരസംക്രമ പൂജയാണ്. ഏതാണ്ട് ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ആ ചടങ്ങ് നടക്കാനുള്ളത്. എന്തൊക്കെ ഒരുക്കങ്ങൾ തീർത്ഥാടകരെ നിയന്ത്രിച്ചിട്ടുണ്ട്? പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ അടക്കം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലവിലുണ്ട്. അത് 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് ദർശനത്തിന് അനുമതിയുള്ളൂ. അത് 30,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിംഗും. പക്ഷേ അതിലേറെ ഭക്തർ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇവർക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സന്നിധാനത്ത് വന്ന് വർണ്ണശാലകളൊക്കെ കെട്ടി ഈ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ്. ഭൂരിപക്ഷം ഇതര സംസ്ഥാനത്തെ അയ്യപ്പ ഭക്തരാണ് വന്നിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഭജനയോ അയ്യപ്പ ഭജനയോ ഒക്കെ ആയി ഈ പ്രദേശത്ത് തന്നെ കൂടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ എല്ലാവരും മടങ്ങുകയുള്ളൂ. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 മണിയോടുകൂടി മകരസംക്രമ പൂജ നടക്കും. അതിനുശേഷം വൈകുന്നേരം 6 മണിയാവാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോഴാണ് കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ തിരുവാഭരണം ഇവിടേക്ക് എത്തിച്ചേരുക. അതാ കണ്ടില്ലേ, കുടിലൊക്കെ കെട്ടി പർണശാലകളൊക്കെ കെട്ടി ഇങ്ങനെ കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മലയാളികൾ വളരെ കുറവാണ്. എല്ലാവരും ഭൂരിപക്ഷം പേരും ഇതര സംസ്ഥാനക്കാരാണ്. അവരെല്ലാവരും ഇത് കഴിഞ്ഞു മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയുള്ളൂ, ദർശനം കഴിഞ്ഞ് ഇറങ്ങി പോവുകയുള്ളൂ. അതിനുവേണ്ട സജ്ജീകരണങ്ങളും ഇറങ്ങി പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടമായി പോകുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കും പോലീസും ദേവസ്വവും ഒക്കെ ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ സംവിധാനം കഴിഞ്ഞ ദിവസം ADGP S. ശ്രീജിത്ത് അദ്ദേഹം ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിനിടെ അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റിരുന്നു. അതോടുകൂടി മറ്റു മേഖലകളിലേക്ക് കൂടുതൽ ഭക്തരെ കയറ്റിവിടരുത്, അവിടെയൊക്കെ അപകടമുണ്ട് എന്ന് നിർദ്ദേശം പോലീസും എല്ലാ മേഖലകളിലേക്കും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഏതാണ്ട് ഇപ്പോൾ 1,00,000-ലധികം വരുന്ന ഭക്തർ ഇപ്പോൾ തന്നെ ഉണ്ട്. നേരത്തെ 35,000 എന്നൊരു കണക്ക് ഇന്ന് ദർശനം നടത്താൻ പാസ് കൊടുത്ത ആളുകളുടെ എണ്ണം മാത്രമാണ്, വെർച്വൽ ക്യൂ അടക്കമുള്ള ഇതിന്റെ എണ്ണം മാത്രമാണ്. പക്ഷേ അതിലധികം വരുന്ന അയ്യപ്പ ഭക്തർ തീർത്ഥാടകർ ഇപ്പോൾ തന്നെ സന്നിധാനത്തുണ്ട്. മകരവിളക്ക് ദർശനത്തിനു ശേഷം മാത്രമേ അവർ മലയിറങ്ങിപ്പോ. എന്തായാലും സന്നിധാനം ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. തീർത്ഥാടകരുടെ അഭൂതപൂർവമായ ഒരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിജയകുമാർ. യെസ്, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹയിൽ നിന്ന് യാത്ര രാവിലെ തുടങ്ങി. അത് വലിയാനവട്ടം ചെറിയാനവട്ടം വഴി ശരംകുത്തിയിൽ അതിന് ആചാരപരമായ സ്വീകരണം നൽകും. ഏതാണ്ട് ഒരു 6 മണി കഴിയുമ്പോഴേക്കും സന്നിധാനത്ത് എത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്ക് ദർശനവും. അതിനായി ഭക്തലക്ഷങ്ങൾ പലയിടങ്ങളിലായി കാത്തുനിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.